അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ന്യൂസ് ഓൺ മലയാളം ചാനലിലേക്ക് റംസാൻ നിലാവിൻ്റെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പരിശുദ്ധമായ റമദാനിലെ ധന്യമായ സമയങ്ങളിലും മുഹൂർത്തങ്ങളിലുമാണ് നാം ഓരോരുത്തരുമുള്ളത്. വിശുദ്ധമായ റമദാനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹ മുഹൂർത്തത്തിലാണ് ഉള്ളത്. കാരണം വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ്റെ ജീവിത പരിശുദ്ധിക്കും പരിവർത്തനത്തിനും വേണ്ടി സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു നൽകിയ പരിശുദ്ധമായ വ്രതത്തിൻ്റെ നാളുകൾ ഏറ്റവും ധന്യമാണ്. വ്രതം മാത്രമല്ല, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പുണ്യമായ മാസത്തിൽ പരിശുദ്ധമായ നോമ്പും അതോടൊപ്പം തന്നെ പരോപകാരത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിനരാത്രങ്ങൾ കൂടിയാകണം വിശ്വാസിക്ക്. ധർമ്മത്തിൻ്റെയും സദഖയുടെയും പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയും അതുപോലെ ദരിദ്രന്മാരെയും സാധുക്കളെയും സഹായിക്കുന്നതിന് വേണ്ടിയും അവരെ സാന്ത്വനപ്പെടുത്തുന്നതിനും സന്തോഷിപ്പിക്കുന്നതിനും അവരെ ചേർത്തു നിർത്തുന്നതിനുമൊക്കെയാകണം ഈ പുണ്യമായ മാസം. നമുക്കറിയാം, പരിശുദ്ധമായ ഈ നോമ്പിൻ്റെ ദിനരാത്രങ്ങളിലും നാം സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുമ്പോഴും സുന്ദരമായ മനോഹരമായ രുചികരമായ പാനീയങ്ങൾ നാം കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴുമൊക്കെ നമുക്ക് ചുറ്റുഭാഗത്തും നാം ഒന്നും അറിയാതെ ഇത്തരത്തിലുള്ള സുഭിക്ഷമായ ഭക്ഷണങ്ങൾ നമ്മുടെ പാത്രത്തിലേക്കും തീൻമേശയിലേക്കുമൊക്കെ കടന്നു വരുമ്പോഴും അങ്ങകലെ ഫലസ്തീനിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും പിഞ്ചുമക്കളുടെയൊക്കെ നോമ്പിൻ്റെ കഥകളും കാഴ്ചകളും അവരുടെ നോമ്പിൻ്റെ കാഴ്ചകളുമൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ വല്ലാതെ വിറങ്ങലിച്ചു പോകാറുണ്ട്. കാരണം അവർക്ക് കഴിക്കാനോ കുടിക്കാനോ ഒന്നുമില്ലാതെ നോമ്പിൻ്റെ പകലിലും രാത്രികളിലും ഇടയത്താഴത്തിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഇഫ്താറിൻ്റെ സമയത്തോ സുഭിക്ഷമായ ഭക്ഷണമെന്നത് മാത്രമല്ല, അവർക്ക് സാധാരണ രീതിയിൽ കഴിക്കാനുള്ള ഭക്ഷണം പോലും ഇല്ലാതെ മൃഗങ്ങൾ കഴിക്കുന്ന അല്ലെങ്കിൽ മൃഗങ്ങൾ കുടിക്കുന്ന ആ മൃഗങ്ങൾക്കുള്ള ഭക്ഷണവും അതല്ലെങ്കിൽ പച്ചിലയുമൊക്കെ കഴിച്ച് വ്രതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ തീവ്രമായ ത്യാഗത്തിൻ്റെ പാതയിലാണ് ഫലസ്തീനിലെ പ്രിയപ്പെട്ട ജനത. അവരുടെ മുമ്പിൽ ഇസ്രയേലിൻ്റെ നരാധമന്മാർ ക്രൂരമായ ബോംബ് വർഷം നടത്തിയിട്ട് ആ ബോംബ് വർഷത്തിൽ ചിതറിപ്പോയ കോൺക്രീറ്റ് ബിൽഡിങ്ങിൻ്റെ ഇടയിൽ നമസ്കാരപ്പായ വിരിച്ചു നമസ്കരിക്കുകയും ആ കുടുംബാദികളോടൊപ്പം ചേർന്നിരുന്ന് ഒരുമിച്ചിരുന്ന് ഉള്ളതിൽ പങ്കിട്ടുകൊണ്ട് ആ പരിശുദ്ധമായ നോമ്പ് തുറക്കുന്ന ഏറ്റവും സുന്ദരമായ അല്ലെങ്കിൽ ഏറ്റവും നമ്മുടെ മനസ്സിന് ഏറ്റവും ദയനീയത വരുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഫലസ്തീനിലെ പ്രിയപ്പെട്ട ജനതയ്ക്കും അല്ലാഹു എത്രയും വേഗം മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നാം സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മുടെ നോമ്പുതുറയും ഇഫ്താറുമൊക്കെ വിപുലമായി നടത്തുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരിടം ആ പ്രാർത്ഥനയ്ക്കൊപ്പം അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയെങ്കിലും നടത്താൻ, അവരുടെ വിജയത്തിനും അവരുടെ ജീവിതത്തിൻ്റെ തിരിച്ചുവരവിനും വേണ്ടി ഒരു പ്രാർത്ഥനയെങ്കിലും നടത്താൻ വിശ്വാസികളായി നമുക്ക് സാധ്യമാകണം. പരോപകാരത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഈ പുണ്യമായ ദിനങ്ങളിൽ അവരെയും കൂടി ചേർത്ത് പിടിച്ച് സന്തോഷിപ്പിച്ച് ഒരു പ്രാർത്ഥന കൊണ്ടെങ്കിലും അവരുടെ ജീവിതത്തിനൊരു സന്തോഷം നൽകാൻ ഒരു വിശ്വാസിക്ക് സാധ്യമാകുമ്പോഴാണ് വിശ്വാസിയുടെ വ്രതം പവിത്രമായി തീരുന്നത്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സന്തോഷം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാവരുടെയും സന്തോഷങ്ങൾ, ദാരിദ്ര്യത്തിലും അതുപോലെ തന്നെ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമൊക്കെ കഴിഞ്ഞുകൂടുന്ന എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുക. നമുക്ക് ചുറ്റും ജാതിയോ മതമോ ഒന്നുമില്ല. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരായി കാണാനുള്ള സാമൂഹികമായ ഒരു മാനസികമായ അവസ്ഥ നമുക്കുണ്ടാകണം. ഈ കാലഘട്ടത്തിൽ മനുഷ്യത്വം മരവിച്ചു പോയിരിക്കുന്ന ഈ സമൂഹത്തിൻ്റെ ചുറ്റുപാടിൽ, ഈ സാമൂഹ്യ ചുറ്റുപാടിൽ മനുഷ്യത്വം തിരിച്ചുപിടിച്ച് പരോപകാരത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നല്ല നാളുകൾക്കായി ഈ പരിശുദ്ധമായ റമദാൻ നമുക്ക് വേണ്ടുവോളം നമുക്ക് ഉപയോഗപ്പെടുത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി കബൂൽ ചെയ്ത് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.